Good morning, dear students. After a long time, we are again comes to, or we are coming into the Padartha Vijnana. So, last few classes we are dealt with the Itihasa, Ayurveda, Itihasa, the introduction about different authors of Ayurveda, different texts we have taught, or we have studied different texts. So, we are again comes to the Padartha Vijnana. So, I am moving into a new topic that is Karya Karana Siddhanta. കാര്യകാരണ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നിങ്ങൾക്കിത് എക്സാമിൽ എന്തായാലും 10 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ 90% അല്ലെങ്കിൽ 99% ഇത് ഈ പോർഷൻ എക്സാമിൽ ചോദിക്കും, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ ദിസ് കാര്യകാരണ സിദ്ധാന്ത ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസിഡറിങ് യുവർ എക്സാമിനേഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ അല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ നമ്മളൊരു മെഡിക്കൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, ഒരു ആയുർവേദ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ദിസ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് അവർ സയൻസ്, കാര്യകാരണ സിദ്ധാന്ത. നിങ്ങളിപ്പം പഞ്ചമഹാഭൂത പഠിച്ചു, ദോഷങ്ങൾ പഠിച്ചു, ധാതുക്കൾ പഠിച്ചു, മലങ്ങൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. പഞ്ചമഹാഭൂത തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചു. നിങ്ങൾ ദോഷത്തിന്റെ തിയറി പഠിച്ചു. ദോഷം എങ്ങനെ ധാതുവിനെ എഫക്ട് ചെയ്യുന്നത് പഠിച്ചു. ദോഷം എങ്ങനെ മലത്തിനെ എഫക്ട് ചെയ്യുന്നത് പഠിച്ചു. ധാതുവും മലവും തമ്മിലുള്ള നിങ്ങൾ റിലേഷൻ പഠിച്ചു. ഇതൊക്കെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. സോ അതുപോലെ നമ്മൾ ആയുർവേദത്തിൽ നമ്മളൊരു അഞ്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 തിയറീസ് എടുത്തു കഴിഞ്ഞാൽ it will comes the Karyakarana Siddhanta will comes one among them. It will place as a first or second position whenever considering a theories regarding or related to Ayurveda. So I am telling you again and again that Karyakarana Siddhanta is most important topic in your first year Padartha Vijnana syllabus, and for your medical life, for your clinical life, this will be the understanding of the Karyakarana Siddhanta will help you too much. ഈ സാധനം, ഈ കാര്യകാരണ സിദ്ധാന്തം പ്രോപ്പറായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ്, ആയുർവേദം എന്ന സയൻസോ അല്ലെ എല്ലാ സയൻസും അല്ലെ യൂണിവേഴ്സിറ്റി നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. ഇതിപ്പം ഞാനിപ്പം കാര്യകാരണ സിദ്ധാന്തം എന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിൽ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണിത്. പക്ഷെ ഞാൻ ഇൻട്രൊഡക്ഷൻസ് ഇപ്പം നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് എനിത്തിങ് വിച്ച് കം ഫ്രം ന്യൂ. ദ ഐഡിയ ബിഹൈൻഡ് ദ കാര്യകാരണ സിദ്ധാന്തം ഓൾറെഡി യു പീപ്പിൾ ന്യൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ ഓൾറെഡി പറയുന്നത്. നിങ്ങൾ കേട്ട കാര്യങ്ങളും നിങ്ങൾ കണ്ട കാര്യങ്ങളുമാണ് ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനിൽ വെൻസ് വി കംസ് ടു ഓർ വി ഗോസ് ഫോർവേഡ് മീൻസ് little technical term will comes, and it will be very easy if you properly understand, or if I am giving a proper examples, you will definitely get to know. So you people don't worry about what is Karyakarana Siddhanta. It is very simple, but you have to give importance to or concentration to this Karyakarana Siddhanta, then it will be very easy. So Karya Karana Siddhanta, that is in cause effect theory. So what is Karyakarana Siddhanta? We can go. Introduction. Once coming to the introduction, കാര്യകാരണ സിദ്ധാന്ത ഇസ് മെയിൻ. എല്ലാ ദർശനങ്ങളും, ഫിലോസഫി മീൻസ് ദർശനാസ്, എല്ലാ ദർശനങ്ങളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് കാര്യകാരണ സിദ്ധാന്ത. അപ്പം എല്ലാ ദർശനങ്ങളും, ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആയുർവേദം നമ്മളിപ്പം ഒരു പേഷ്യൻ്റെ, നമ്മൾക്കൊരു BP ഉള്ള ഒരു പേഷ്യൻ്റ് വരുന്നു. BP ഉള്ള ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തൊക്കണം? ഫിസിയോളജി പഠിക്കണം. എങ്ങനെയാണ് BP ഉണ്ടാകുന്നതെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഹാർട്ടിന്റെ അനാട്ടമി അറിയണം, അല്ലെങ്കിൽ വെയിൻസിന്റെ അല്ലെ വെസൽസിന്റെ അനാട്ടമി അറിയണം. എവിടെയാണ് BP, നമുക്ക് സ്പിഗ്മോ മാനോമീറ്റർ വെക്കണം, എവിടെ വെക്കണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് അനാട്ടമി അറിയണം. അതെങ്ങനെയാണ് BP കൂടുന്നത്, സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും അറിയണമെങ്കിൽ നമുക്ക് ഫിസിയോളജി അറിയണം. സോ ഫിസിയോളജിയും അനാട്ടമിയാണ് ഒരു ക്ലിനിക്കൽ ലൈഫിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെ യൂണിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാര്യകാരണം, ഈ ദർശനങ്ങളാണ് ആയുർവേദത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓർ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. ആയുർവേദം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രിൻസിപ്പിളും നമ്മളിപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ ബേസിക് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിൻ്റെയും. അതുപോലെയാണ് ആയുർവേദത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദർശനങ്ങളിലാണ്. ഈ ദർശനങ്ങളിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങളാണ് ആയുർവേദം എടുക്കുന്നത്. കുറേ കാര്യങ്ങൾ ദർശനങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ആ എല്ലാ കാര്യങ്ങളും ആയുർവേദം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആയുർവേദം നമുക്ക് ക്ലിനിക്കലി, നമുക്കൊരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ഒരു രോഗിയെ ചികിത്സിക്കേണ്ട അർത്ഥത്തിൽ മാത്രമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആയുർവേദം ദർശനത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ദർശനത്തിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആയുർവേദത്തെ കാണാൻ പറ്റുന്നത്. ആയുർവേദ നീഡ്സ് ഓൺലി വാട്ട് ദേ വാണ്ട്.
ആ സാധനങ്ങൾ മാത്രമേ ആയുർവേദം ദർശനത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ. സോ കാര്യകാരണ സിദ്ധാന്ത എക്സ്പ്ലെയിൻഡ് ബൈ ദർശനാസ്. അപ്പൊ ദർശനത്തിൽ ഇത് ഇങ്ങനെ കാര്യകാരണ സിദ്ധാന്തം കോസ് എഫക്ട് റിലേഷൻഷിപ്പ് പറയുന്നു. ആ സംഭവം ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ആയുർവേദ ഓൾസോ. ആയുർവേദമല്ല, ലോകത്തിലെ എല്ലാ സാധനങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കാര്യകാരണ സിദ്ധാന്തത്തിലാണ്. സോ കാര്യകാരണ സിദ്ധാന്തം is one of the most significant theories, Panchamahabhuta theory, Tridosha theory, and after you can place കാര്യകാരണ സിദ്ധാന്ത. It is accepted by all philosophers and authors that a special effect is produced by a special cause. എന്താണ് ഇനി കാര്യകാരണ സിദ്ധാന്തം എന്ന് ഞാൻ സിമ്പിളായി പറയാം. ഒരു കാര്യം അല്ലെങ്കിൽ കാര്യം മീൻസ് എഫക്ട്, കാരണം മീൻസ് കോസ്. ഒരു എഫക്ട് ഉണ്ടാണെങ്കിൽ ഒരു കോസ് വേണം. ഒരു എഫക്ട് ഉണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഓർ ഒരു കാര്യം ഉണ്ടാണെങ്കിൽ ഒരു കോസ് ഓർ കാരണം ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ മാത്രമാണ് കോഴി കുഞ്ഞുണ്ടാകത്തുള്ളൂ. മുട്ടയാണ് കാരണം, കോഴിയാണ് കാര്യം ഓർ എഫക്ട്. അതിനെയാണ് ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ഉണ്ടാവൂ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിൽ എഴുതുന്നു, ചോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു, എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ലൈഫ് പ്രാണൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ കാര്യം, ലോകത്തിൽ എന്ത് കാര്യം നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ഉണ്ടാകത്തുള്ളൂ. ഒരു കാരണം മീൻസ് കോസ്, കാര്യം മീൻസ് എഫക്ട്. സോ നിങ്ങൾ ഈ സംഭവങ്ങൾ ആദ്യം തന്നെ ബൈഹാർട്ട് ചെയ്തെടുക്കണം മനസ്സിൽ. കാരണം മീൻസ് കോസ്, കാര്യം മീൻസ് എഫക്ട്. ഇനി ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കാരണം കാര്യം എന്ന് പറയും, ചിലപ്പോൾ കോസ് എഫക്ട് എന്നൊക്കെ പറയും. സോ കൺഫ്യൂഷൻ പാടില്ല. കാരണം മീൻസ് കോസ്, കാര്യം മീൻസ് എഫക്ട്. നമ്മളിപ്പം നിങ്ങളൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നു. ചപ്പാത്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗോതമ്പ് മാവ് വേണം. അപ്പൊ ഗോതമ്പാണ് കാരണം, ചപ്പാത്തിയാണ് എഫക്ട്. അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്കൊരു വീറ്റ് പൗഡർ, നിങ്ങൾ ആശീർവാദ് വീറ്റ് പൗഡർ വാങ്ങിക്കുന്നു. ആശീർവാദ് വീറ്റ് പൗഡർ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ഗോതമ്പ് പാടത്ത് അല്ലെ പഞ്ചാബിലൊക്കെയുള്ള ഗോതമ്പിന്റെ ഫീൽഡിൽ അവിടെ ഗോതമ്പ് ഉണ്ടെങ്കിൽ മാത്രം അത് പൊടിച്ചിട്ട് ഗോതമ്പിന്റെ വീറ്റ് പൗഡർ ആക്കാൻ പറ്റും. സോ എന്ത് കാര്യം നടക്കണമെങ്കിലും നമുക്ക് ഒരു കാരണം വേണം, ഇതിന് ശേഷം മാത്രം അതിന് എഫക്ട് ഉണ്ടാവും. സോ that is why this is telling it is accepted by all philosophers and authors that a special effect is produced by a special cause. An effect is produced by a cause only, but there are different theories to explain the process by which the cause turns into effect. സോ ഇതിപ്പോ കേട്ടപ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഒരു കോസ് നിന്നാണ് ഒരു എഫക്ട് ഉണ്ടാകുന്നത്, ഒരു കാരണത്തിൽ നിന്നാണ് ഒരു കാര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഈ ലൈൻ കണ്ടോ? There are different theories to explain the process by which the cause turns into the effect. അതായത് ഈ കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നത്, കോസിൽ നിന്നാണ് എഫക്ട് ഉണ്ടാകുന്നത്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഉണ്ടാകുന്ന പ്രോസസ്സ് കുറച്ച് വ്യത്യാസമായിട്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 10 ആൾക്കാർ ഒരു സിനിമയെ കുറിച്ച് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രേമം എന്ന് പറയുന്ന ഫിലിം, നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്ന ഫിലിം നമ്മളൊരു 4-5 പേര്, ജെറി ഉണ്ട്, ശ്രിബിന ഉണ്ട്, പിന്നെ അനീറ്റ ഉണ്ട്, ഐശ്വര്യ ഉണ്ട്, പിന്നെ ആരാണ്, ഇങ്ങനെ 4 പേര് പ്രേമത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. പ്രേമം എന്ന് പറഞ്ഞ ഫിലിം. അപ്പം ജെറി പറയും എനിക്ക് നിവിൻ പോളിനെയാണ് ഇഷ്ടപ്പെട്ടത്. അനീറ്റ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടത് മലറിനെയാണെന്ന് പറയും. ശ്രിബിന പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ലാസ്റ്റ് സെലിനെയാണെന്ന് പറയും. ഇനിയിപ്പം ഐശ്വര്യ എന്ത് പറയും? എനിക്ക് ഓൾ ഓവർ ആയിട്ടുള്ള പാട്ടുകളാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയും. സോ ആഫ്റ്റർ ഓൾ നിങ്ങൾ ഫിലിമിനെ കുറിച്ച്, പ്രേമത്തിനെ കുറിച്ച്, പ്രേമം എന്ന് പറഞ്ഞ ഫിലിമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഓരോരുത്തർ പറയുന്ന എക്സ്പ്ലനേഷൻ എല്ലാവർക്കും 4 പേർക്കും ഫിലിം സൂപ്പറാണ് എന്നുള്ള ഒപ്പീനിയനാണ്. പക്ഷേ അതിന്റെ കാണുന്ന രീതി അല്ല അവർ പെർസീവ് ചെയ്തിരിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട്. സോ അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർ ആർ ഡിഫറെന്റ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ദ പ്രോസസ് ബൈ വിച്ച് കോസ് ടേൺസ് ടു എഫക്ട്. കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നത് പറഞ്ഞു, അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാരണത്തിൽ നിന്ന് എങ്ങനെ കാര്യം ഉണ്ടാവുക എന്നുള്ള ആ പ്രോസസ്സ് പലരും പല രീതിയിലാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടേണ്ടത് 10 ആണ്. നമുക്ക് ആൻസർ കിട്ടേണ്ടത് 10 ആണ്. മാത്സിൽ ആൻസർ 10 കിട്ടണം. ചിലർ എന്താക്കും 5 + 5 = 10 എന്ന് പറയും. ശരിയാണ്. ചിലർ പറയും 15 - 5 = 10 എന്ന് പറയും. 15 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 10 എന്ന് പറയും. സോ കൂട്ടിക്കഴിഞ്ഞാലും കുറച്ച് ആൻസർ 10 തന്നെയാണ്. ചില ആൾക്കാർ പറയും 30 / 3 എത്ര 10 ആണ്. അപ്പം എന്താണ്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും കോസ് ഉണ്ട്, എഫക്ട് ഉണ്ട്, ആൻസർ നമുക്ക് 10 തന്നെയാണ്. പക്ഷെ പോകുന്ന മെത്തേഡ്സ് ഡിഫറൻസ് ആണ്. സോ അങ്ങനെ കുറച്ച് ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ഇതിൽ പഠിക്കും. കുറച്ച് മെത്തേഡ്സ് അത് ഈസി മെത്തേഡ്സ് ആണ്. നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കുന്നത് വേണ്ട. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. സോ അത് നമുക്ക് ലേറ്റർ ക്ലാസ്സസ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് റിഗാർഡിംഗ് ദാറ്റ് വൺ. സോ വാട്ട് ഈസ് കാരണ? കാരണ ഈസ് കോസ്.
Karya is effect. So this you have to be in the mind. It should be like concrete structure in your brain. That is Karna means cause, Karya means effect. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും എഫക്ട് എന്ന് പറയും, കാര്യം എന്ന് വെച്ചാൽ ചിലർ കോസ് എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. യു ബി ഇൻ, ഇറ്റ് ഷുഡ് ബി ഫിക്സ്ഡ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് കാരണം ഈസ് ഈക്വൽ ടു കോസ് ഓർ കാര്യ ഈക്വൽ ടു എഫക്ട്. ദെൻ കാര്യകാരണ സിദ്ധാന്ത എന്ന് പറഞ്ഞു. കാര്യം മീൻസ് എഫക്ട്, കാരണം മീൻസ് കോസ്, സിദ്ധാന്തം. സിദ്ധാന്തം അത് എന്തുകൊണ്ട് സിദ്ധാന്തം? നിങ്ങൾക്ക് എൽസ മാഡം ഓൾറെഡി പഠിപ്പിച്ചു. സിദ്ധാന്തോ നാമ സായഹ പരീക്ഷകേർ ബഹുവിധം പരീക്ഷ ഹേതുവിശ്ച സാധയത്വ സ്ഥാപ്യതേ നിർണയ. സോ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ്? സിദ്ധാന്തം വെച്ചാൽ റിസർച്ച് ആണ്. റിസർച്ച് മീൻസ് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് വിച്ച് ആർ പുട്ട് ഫോർത്ത് ആഫ്റ്റർ സെവറൽ എക്സാമിനേഷൻ ആൻഡ് റീസണിങ്. നമ്മളൊരു ഫൈനൽ ഡിസിഷൻ, ഫൈനൽ കൺക്ലൂഷൻ എത്തുന്നു. എങ്ങനെ? ഒരുപാട് തവണ അത് റിസർച്ച് ചെയ്ത്, ഒരുപാട് തവണ എക്സാമിൻ ചെയ്ത്, അതിന് ഒരുപാട് തവണ റീസണിങ് ചെയ്തിട്ട് നമ്മൾ എത്തുന്നു. ദിസ് ഈസ് ഇപ്പൊ കൊറോണ വൈറസ് ഒക്കെ കാണുന്നില്ല. കൊറോണ വൈറസ് മെഡിസിൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആ മെഡിസിനെ നമ്മൾ ഒരുപാട് പേഷ്യൻസ് കൊടുത്തു, ഒരുപാട് ആനിമൽ എക്സ്പെരിമെന്റ്സ് നടത്തി, മങ്കീസിലും അല്ലെങ്കിൽ ഡോങ്കീസിലും അല്ലെങ്കിൽ എന്താ പറയുക എലികളിലും ഇതിലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയാണ് ഹ്യൂമൻ ട്രയൽ കൊടുത്തത്. അതിനുശേഷം ഒരുപാട് റീസണിങ് എക്സാമിൻ ചെയ്തിട്ടാണ് ദിസ് മെഡിസിൻ ഈസ് ഗുഡ് ഫോർ ബെനിഫിഷ്യൽ ഫോർ COVID-19 എന്ന് നമ്മൾ പറയും. സോ ദാറ്റ് ഈസ് സിദ്ധാന്ത. സോ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ആചാര്യന്മാർ ഒരുപാട് തവണ പരീക്ഷിച്ച് ഒരുപാട് അപ്ലൈ ചെയ്ത് നോക്കിയതിനു ശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യകാരണ, അതായത് എഫക്ട്, റിലേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട്. സോ അതുകൊണ്ടാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ചിലപ്പം ക്വസ്റ്റ്യനിൽ കാര്യകാരണ സിദ്ധാന്തം എന്ന് ചോദിക്കും, ചില സമയം ചോദിക്കാം. ഞങ്ങൾക്ക് PGയിൽ ഞങ്ങൾക്ക് ചോദിച്ച കാര്യകാരണ വാദം എന്ന് വെച്ചിരുന്നത്. വാദം മീൻസ് നോട്ട് VADA വാദ, ദ ദണ്ഡകത്തിന്റെ ഒക്കെ ദ, നോട്ട് ത അല്ല, വാദ എന്ന്. എന്താണ് വാദ? തത്ര വാദോ നാമ സയത്പരേണ സഹശാസ്ത്രപൂർവം വിഗ്രഹ കഥയതി. വാദം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു സിദ്ധാന്തം തന്നെയാണ്. വാദം മീൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിബേറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഡിബേറ്റിനാണ് വാദം എന്ന് പറയുക. ശരിക്കും വാദ ഈസ് നത്തിങ് ബട്ട് ഡിബേറ്റ് എന്നാണ്. എന്താണ് വാദം? തത്ര വാദോ നാമ സയത്പരേണ സഹശാസ്ത്രപൂർവം വിഗ്രഹ കഥയതി. എ ഹോസ്റ്റൈൽ ഡിസ്കഷൻ വിത്ത് എൻ ഒപ്പണന്റ് ബേസ്ഡ് ഓൺ സ്ക്രിപ്റ്റേഴ്സ്. നമ്മളൊരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത്, ഒരു സയന്റിഫിക് ഡിസ്കഷൻ നടക്കുന്നു, നമ്മൾ പൊട്ടത്തരം വിളിച്ച് പറയത്തില്ല. നമ്മൾ എന്താ പറയുക, ഇപ്പം ആയുർവേദവും മോഡേൺ മെഡിസിൻ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളെ സയൻസിലുള്ള, നമ്മളെ ചരക സംഹിതയിലും നമ്മളെ അഷ്ടാംഗത്തിൽ പറയുന്നതും നമ്മുടെ സുശ്രുത സംഹിതയിൽ പറയുന്നതാണ് നമ്മൾ പറയുക. നമ്മൾ ശാസ്ത്രത്തിനെ വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ മോഡേൺ മെഡിസിനാണ് അവർ തിയറി വെച്ച് പറയും. നമ്മളല്ലാതെ പൊട്ടത്തരൊന്നും നമ്മൾ വിളിച്ച് പറയത്തില്ല, ക്വാക്സ് ഒന്നും പറയുന്ന പോലെ. സോ വാദ ഇസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ വാട്ട് ആൻഡ് ടെക്സ്ച്വൽ സ്ക്രിപ്റ്റേഴ്സ്. ശാസ്ത്രം വെച്ചിട്ട് നമ്മൾ പറയുന്നത്, എവിഡൻസ് വെച്ച് പറയുന്നതിനാണ് നമ്മൾ വാദം എന്ന് പറയാം. സോ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയാം, അല്ലെ കാര്യകാരണ വാദ എന്ന് പറയാം. ബിക്കോസ് കാര്യകാരണ ഈ വാദം എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഒരു നമ്മൾ സയൻസ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ കോസ് എഫക്ട് തിയറി പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് എക്സാമിനേഷനും ഒരുപാട് റീസണിങ്ങും ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോസ് എഫക്ട് തിയറി, കാര്യകാരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ഗോട്ട് ദിസ് വൺ. സോ എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. രോഗം ഉണ്ടാണെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസ് ഫ്രം സം പോസിറ്റീവ് ഫാക്ടേഴ്സ്. നമുക്കൊരു അസുഖം ഉണ്ടാണെങ്കിൽ നമുക്ക് അതിനൊരു കോസ് വേണം. നമുക്ക് പനി വരണമെങ്കിൽ നമുക്കൊന്ന് ഐസ്ക്രീം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ഫുഡ് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ മഴ കൊണ്ടിരിക്കണം. ചുമ്മാ ആർക്കും അസുഖം വരത്തില്ല. ദോഷം എങ്ങനെ വിശേഷിയും? നമ്മൾ ആഹാരങ്ങൾ കൊണ്ടോ, നമ്മൾ മോശമായിട്ടുള്ള ആഹാരങ്ങൾ കൊണ്ടോ, മോശമായിട്ടുള്ള വിഹാരങ്ങൾ കൊണ്ടോ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കഫം കൂടും. രാത്രി ഉറങ്ങാതിരുന്നാൽ ഒബ്വിയസ്ലി വാദം കൂടും. സ്വസ്ഥ ഡ്യൂ ടു മെഡിസിൻസ്. നമ്മളെങ്ങനെയാണ് അസുഖം മാറുക? നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ അസുഖം മാറണം, അപ്പൊ മെഡിസിനാണ് അവിടെ റീസൺ. എന്ന കോസ് എന്താണ്? മെഡിസിനാണ്. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്ട് എന്തുണ്ടാവും? അസുഖം മാറും. അസുഖം മാറുന്ന ഒരു എഫക്ട് ഉണ്ടാവും. സ്വാസ്ഥ്യ പ്രോപ്പർ ദിനചര്യ ഋതുചര്യ. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ദിനചര്യ ഋതുചര്യയും കോസ്, അതങ്ങനെ ചെയ്ത്, അത് കോസാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാസ്ഥ്യം, നമുക്ക് ഹെൽത്തി എന്ന് പറഞ്ഞ ഒരു എഫക്ട് ഉണ്ടാവും. ദെൻ നമ്മൾ ഇങ്ങനെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുന്നു. ശുദ്ധ ശുക്ര ആർത്തവ, ശുദ്ധ ആർത്തവൻ ശുദ്ധ ശുക്ര, അതാണ് കോസ്. ശുദ്ധ ആർത്തവ ശുക്രൻ കോസാണ്. അങ്ങനെയുള്ള എഫക്ട് ഉണ്ടാവും, ഗർഭം ഓർ ഓഫ് സ്പ്രിങ് ഉണ്ടാവും. സോ ഇനി നമുക്ക് കാരണത്തിനെ കുറിച്ച് പഠിക്കാം. കാരണത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കേണ്ടത്, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഡെഫിനിഷൻ ഓഫ് കാരണം. നിങ്ങൾക്ക് ഒന്നിക്കൽ ഈ കാര്യകാരണ സിദ്ധാന്തം 10 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ കാരണം മാത്രം നിങ്ങൾക്ക് 10 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ കുറെ സാധനങ്ങളുണ്ട് അങ്ങോട്ടെ, കുറെ തിയറീസ് ഒക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. ആ തിയറീസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം നിങ്ങൾക്ക് 10 മാർക്കിന്. സോ യു കനോട്ട് ഒമിറ്റ് എനിത്തിങ് ഫ്രം ദിസ് ചാപ്റ്റർ. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി കളയാന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല. സോ ഇൻ ദി കാര്യകാരണ സിദ്ധാന്തം ദർ ഇസ് നത്തിങ് is like what to say, nothing is to be omitted. ഒമിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമില്ല, അല്ലെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമില്ല. ഓൾ ദ തിങ്സ് ഇൻ ദി കാരണ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ എക്സാംസ്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ വാട്ട് ഈസ് കാരണം? കാരണം വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലുണ്ടാകും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോസ്.
ഇനി കാരണം എന്താണ്? തത്ര കാരണം നാമം തത് യത് കരോതി സ ഏവ ഹേതു സ കർത്ത. സ ഏവ ഹേതു സ കർത്ത. ഹേതു മീൻസ് കോസ്. കാരണ is nothing but it is a cause. One who initiates action independently or the agent constitutes the cause of action. ആരാണോ ആക്ഷന് കാര്യത്തിന് അല്ലെങ്കിൽ ആക്ഷന് കർമ്മത്തിന് കാരണമാകുന്നത് അയാളാണ് കോസ്. അല്ലെങ്കിൽ ആരാണോ എഫക്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് കോസ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പനിയുള്ള സമയം നമുക്കൊരു ഫീവർ വന്നു. ആ ഫീവർ വന്നു കഴിഞ്ഞാൽ ഫീവർ മാറണം. നല്ല ടെമ്പറേച്ചർ 100 ഡിഗ്രി ടെമ്പറേച്ചർ 104 ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. നമ്മൾ 98.6 അല്ലേ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ. അപ്പം നമ്മളിപ്പോൾ ബോഡിയിലെ 104 ഫാരൻഹീറ്റ് ആണുള്ളത്. അപ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരണം. അതിന് കുറച്ച് കൊണ്ടുവരുന്ന പാരസെറ്റമോൾ. അപ്പോൾ പാരസെറ്റമോൾ ആണ് കഴിച്ചു കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കുറക്കും. അപ്പം ആക്ഷന് കാരണം ആരാണ്? പാരസെറ്റമോൾ ആണ്. അതെന്താണ് ചെയ്യുന്നത്? അത് ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മളെ ഹെൽത്തി സ്വാസ്ഥ്യനാക്കും. സോ അത് അങ്ങനെ ആരാണോ എഫക്റ്റ് ഉണ്ടാക്കുന്നത്, ആരാണോ ആക്ഷൻ തുടങ്ങി വെക്കുന്നത് അതാണ് കാരണം, അതാണ് കോസ് എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. Then second definition, തേനേഹ കാരണ ശബ്ദേന സ്വതന്ത്ര കാരണം കർത്തുലക്ഷണം ഉച്ചിതേ. ദിസ് ഇസ് ചക്രവാണി. സ്വതന്ത്ര കാരണം കർത്തുലക്ഷണം ഉച്ചിതേ. സ്വതന്ത്ര കാരണം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനം. എന്തിനു വേണ്ടി? കർത്തുലക്ഷണം. കർത്ത് മീൻസ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കോസ് ആണ്. എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആരാണോ അതാണ്, ഒരു കാര്യം ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് കോസ്. ഒരു കാര്യം ഉണ്ടാക്കുന്ന എന്താണോ കോസ്. നമുക്ക് ഇതിലും നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഐസ്ക്രീം കുടിക്കുന്നു, നന്നായിട്ട് ഐസ്ക്രീം കുടിക്കുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ തൊണ്ടവേദന ഉണ്ടാവും. തണുത്ത ഐസ്ക്രീം നമ്മൾ തണുത്ത വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, തണുത്ത ഐസ്ക്രീം കഴിക്കും, നമുക്ക് തൊണ്ടവേദന വരും. ആ തൊണ്ടവേദനയാണ് എഫക്റ്റ്. കോസ് എന്താണ്? ഈ തണുത്ത ഐസ്ക്രീമാണ് അല്ലെങ്കിൽ തണുത്ത വെള്ളമാണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഡെഫിനിഷൻ. കാര്യ ഉത്പാദകത്വം കാരണം. ദിസ് ഇസ് സപ്തപദാർത്ഥി. അത് ബുക്കാണ് സപ്തപദാർത്ഥി. ദാറ്റ് ഈസ് കാര്യ ഉത്പാദകത്വം കാരണം. ദിസ് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യ ഉത്പാദകം മീൻസ് പ്രൊഡ്യൂസിങ്, കാര്യം മീൻസ് എഫക്ട്. ദാറ്റ് വിച്ച് പ്രൊഡ്യൂസസ് എഫക്ട് ഈസ് നോൺ ആസ് കാരണ. എന്താണോ എഫക്ട് ഉണ്ടാക്കുന്നത് അതാണ് കാരണം. ദെൻ കാര്യനേത പൂർവവൃത്തി കാരണം. തർക്കസംഗ്രഹം പറയാണ് കാര്യനേത പൂർവവൃത്തി കാരണം. ഇതിന്റെ ഡയറക്റ്റ് മീനിങ് ഇത്രയേ ഉള്ളൂ. കാര്യം എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് കാരണം. പക്ഷേ ഈ ഡെഫിനിഷൻ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ കാര്യത്തിന് മുമ്പുള്ളത് എന്താണോ അതാണ് കാരണം. എഫക്റ്റിന് മുമ്പ് എന്താണോ ആ എഫക്റ്റിന് കാരണമായിട്ടുള്ളത് അതാണ് കാരണം. ഇങ്ങനെ നമുക്കത് കോംപ്ലിക്കേഷൻ ആക്കുന്നതാണ്. ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവശ്യമില്ല. എന്താണോ എഫക്റ്റ് ഉണ്ടാക്കുന്നത്, എന്താണോ കാര്യം ഉണ്ടാക്കുന്നത് അതാണ് കോസ്, അതാണ് കാരണം. അപ്പൊ ഈ ഡെഫിനിഷൻ പ്രകാരം എന്താ പറയുന്നത്? കാര്യപൂർവ്വ നിരവധി, കാര്യത്തിന് എഫക്റ്റിന് മുമ്പ് എന്താണോ നിൽക്കുന്നത് അതാണ് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓഫ് സ്പ്രിങ് ഉണ്ടാകുന്നു, ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ടാണ് കാര്യം. സൈഗോട്ടിന് മുമ്പ് എന്താ ഉണ്ടാവുക? സൈഗോട്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒരു സ്പേമും ഓവവും വേണം. സോ അതാണ് കാരണം. സ്പേമും ഓവവും കാരണമാണ്, സൈഗോട്ട് എഫക്റ്റ് ആണ്, ഒരു കാര്യമാണ്. കാരണം ബിഷപ്പ്. ഇത് ക്ലിനിക്കലി വരെയാണ്. ക്ലിനിക്കലി നേരത്തെ ഒക്കെ പറഞ്ഞ തിയററ്റിക്കലി പറയുകയാണെങ്കിലും ഇതെന്താണ്? കാരണം ബിഷപ്പ്. ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ആരാണ്? ഡോക്ടർക്കാണ് അത് മാറ്റാൻ പറ്റും. അപ്പൊ ഡോക്ടറാണ് കോസ്. നമ്മളെ ഹെൽത്ത് എഫക്ട് എന്ന് വെച്ചാൽ ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക, അസുഖം മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള കാരണം ആരാണ്? ഡോക്ടറാണ്. വിഷയേറ്റഡ് ആയിട്ടുള്ള ദോഷേഴ്സിനെ ബ്രിങ് ബാക്ക് ചെയ്ത് നോർമൽ എത്തിക്കുന്നത് ആരാണ്? ഡോക്ടറാണ്, മെഡിസിൻ കൊടുത്തിട്ട്. സോ ഫിസിഷ്യൻ സെർവ്സ് ആസ് ദ കോസറ്റീവ് ഫാക്ടർ ഫോർ അച്ചീവിംഗ് ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്. കാരണലക്ഷണ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണലക്ഷണ മീൻസ് നമുക്കൊരു ഒബ്ജക്റ്റിനെ എപ്പോഴൊക്കെ കാരണമെന്ന് പറയാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യത്തിനും കാരണം എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞുണ്ടാവുക, കോഴിമുട്ടയെന്നാണ് ഉണ്ടാവുക, സമ്മതിച്ചു. പക്ഷെ നമുക്ക് ആ കോഴിമുട്ടയെ കാരണം എന്ന് പറയണമെങ്കിൽ അതിന് കാരണത്തിന്, ആ സബ്ജക്റ്റിന്, ആ ഒബ്ജക്റ്റിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവണം. ഒരു നമ്മളിപ്പം തണുത്ത ഐസ്ക്രീം കഴിച്ചിട്ട് തൊണ്ടവേദന ഉണ്ടാകുന്നു, അത് കാര്യകാരണമാണ്. കാരണം തണുത്ത ഐസ്ക്രീമാണ്, കാര്യം തൊണ്ടവേദനയാണ്. അപ്പം ഈ തണുത്ത ഐസ്ക്രീമിനെ നമ്മൾ കാരണം എന്ന് പറയണമെങ്കിൽ, അതിനെ കോസ് എന്ന് പറയണമെങ്കിൽ ആ കോസിന് കുറച്ച് ക്രൈറ്റീരിയാസ് വേണം തിയറിയിൽ. അതാണ് ആ ക്രൈറ്റീരിയസ് ആണ് ഇവിടെ ആചാര്യം പറഞ്ഞത്. അന്യതാ സിദ്ധി നേത പൂർവവൃത്തി കാരണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അന്യതാ സിദ്ധി നേത പൂർവവൃത്തി കാരണം. സോ 3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒബ്ജക്റ്റിനെ അല്ലെ ആ ഒരു കാര്യം, ആ ഒരു സംഭവത്തെ, ആ ഒരു കോസിനെ നമുക്ക് കോസ് എന്ന് പറയാൻ പറ്റും. അതെന്താണ്? ഇപ്പം നമ്മൾ ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കല്യാണം 21 വയസ്സ് വേണം. അപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ 21 വയസ്സാണ്. അതുപോലെ ക്രൈറ്റീരിയസ് ഉണ്ടല്ലോ. അതുപോലെ ഒരു കാരണമാണെങ്കിൽ
certain criteria ഉണ്ട്. ആ ക്രൈറ്റീരിയസ് എന്താണ്? അതാണ് അന്യതാ സിദ്ധി നേത പൂർവവൃത്തി കാരണം. സോ ഇറ്റ് പൊസസ് പൂർവ്വ അഭാവ പൂർവവർത്തി ഇങ്ങനെ ഒരു സംഭവം കാരണത്തിനുണ്ടാകണം. ദെൻ നേത എന്ന് പറയുന്ന ഒരു സാധനം, നേത എന്ന് പറയുന്ന ക്രൈറ്റീരിയ കാരണത്തിനുണ്ടാകണം. അന്യതാ സിദ്ധി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീസ് അല്ലെ ഒരു ക്രൈറ്റീരിയ കാരണത്തിനുണ്ടാകണം. സോ എന്താണ് പൂർവ്വ അഭാവ പൂർവ്വവർത്തി എന്ന് നമുക്ക് പഠിക്കാം. ദ പൂർവ്വ അഭാവ മീൻസ് ദ കാരണ ഷുഡ് എക്സിസ്റ്റ് ബിഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കാര്യ. The word Purvavati means happening first. This Lakshana is known as Purvavartita. The Karana should exist before the production of Karya. കാരണം എന്താണ്? കാര്യത്തിന് മുമ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ കാരണം എന്ന് പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഒരു കോഴിക്കുഞ്ഞ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കോഴിമുട്ട എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കാരണം എന്ന് പറയുന്നു, കോഴിക്കുഞ്ഞാണ് കാര്യം എന്ന് പറയുന്നു. അതാണ് എഫക്റ്റ്. അപ്പം കാരണം എന്ന്, കോഴിമുട്ടേനെ കാരണം എന്ന് പറയണമെങ്കിൽ കോഴിക്കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കോഴിമുട്ട ഉണ്ടായിരിക്കണം. കോഴിമുട്ടയെന്ന് നമ്മൾ ബേസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ. അല്ലെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ആശീർവാദ് ആട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ ബോളസായി വെച്ചു, ബോളായിട്ട് വെച്ചു, ചപ്പാത്തി കൂടി 5-10 ബോളായിട്ട് വെച്ചു. അതിനുശേഷം ചപ്പാത്തി പരത്തി നമ്മൾ ചപ്പാത്തി ചൂടുന്നു. അപ്പം ചപ്പാത്തിയാണ് കാര്യം. ഈ വീറ്റ് പൗഡർ നമ്മൾ ബോളാക്കി വെച്ചതാണ് കാരണം. അതാണ് കോസ്. കോസ് നമ്മൾ പരത്തിയതിന് ശേഷമാണ്, ബോളിനെ പരത്തിയതിന് ശേഷമാണ് നമുക്ക് ചപ്പാത്തി കിട്ടുന്നത്. സോ ഈ കാരണം എന്ന് പറയുന്ന ബോള്, കാര്യം എന്ന് പറയുന്ന ചപ്പാത്തി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. ഈ ബോളിൽ നിന്നാണല്ലോ ഈ ചപ്പാത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ചപ്പാത്തി എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ആ ചപ്പാത്തിയുടെ ബോൾ, അല്ലെ ആ ബോൾ, ചപ്പാത്തി ഉണ്ടാകുന്ന ബോൾ അവിടെ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കതിനെ കാരണം എന്ന് പറയാൻ പറ്റും. അത് സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. കാര്യത്തിന് മുമ്പ് കാരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് പറയാം, കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നതെന്ന്. അപ്പൊ അതിനാണ് ഈ അന്യതാ സിദ്ധി എന്ന് പറയുന്നത്. അതിനെ കുറച്ചും കൂടി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. പക്ഷെ സിമ്പിളായി ചിന്തിച്ചാൽ ഇത്രേ ഉള്ളൂ. അന്യതാ സിദ്ധി മീൻസ് കാരണത്തിൽ നിന്ന് മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. സോ നിയത, ഇൻവേരിയബിലിറ്റി. വെന്നെവർ കാര്യ എക്സിസ്റ്റ്, the karana should also exist invariably without any exception. Whenever pot is made, clay is also present. So what is whenever karya exists, the karana should also exist invariably without any exception. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കാര്യത്തിൽ ഉണ്ടാണെന്ന്. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഒരു ആട്ടപ്പൊടി, ചപ്പാത്തി മാവ്, ഒരു ആട്ടപ്പൊടി, ആശീർവാദ ആട്ട ഉപയോഗിച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നു. അപ്പം ഈ ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബോളായിട്ടല്ലേ നമ്മൾ ചപ്പാത്തി കുഴച്ച് വെക്കുക. ആ ബോളായിട്ടുള്ള സാധനം കുറച്ചും കൂടി നമ്മുടെ ചിലപ്പോൾ സ്ക്വയർ ആയിട്ടോ നമ്മൾ റൗണ്ട് ആയിട്ടോ വലിയൊരു സൈസിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഈ ചപ്പാത്തിയിൽ ഈ ബോളിലുള്ള സാധനം വീറ്റ് പൗഡറാണ്. സോ ഈ വീറ്റ് പൗഡർ നമുക്ക് ഓൾറെഡി എഫക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയിലും കണ്ടിരിക്കണം എന്ന് പറയുന്നു. ഇനി നമ്മൾ ചപ്പാത്തി, ആട്ടമാവിനെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ ശേഷം അരിദോശ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേറെ എന്തെങ്കിലും എന്നാ പറയാൻ പറ്റും? അപ്പോൾ ഏത് കാരണത്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അതിന്റെ എഫക്റ്റിൽ ആ കാരണം ഉണ്ടായിരിക്കണം. അതാണ് നിയത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ ആട്ടമാവിനെ കൊണ്ട്, ആട്ടപ്പൊടി, വീറ്റ് പൗഡർ കൊണ്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സോ വീറ്റ് പൗഡർ ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞാലും ആ ചപ്പാത്തിയിൽ അടങ്ങിയിരിക്കണം വീറ്റ് പൗഡർ. അതിനെയാണ് നമ്മൾ നിയത ഓർ ഇൻവേരിയബിലിറ്റി എന്ന് പറയാം. ഇവിടെ പറഞ്ഞ വെനെവർ പോട്ട് ഈസ് മെയ്ഡ്, ക്ലേ ഈസ് ഓൾസോ പ്രസന്റ്. നമ്മുടെ ഒരു പോട്ട് ഉണ്ടാവും, ഒരു കുടം ഉണ്ടാക്കുന്ന സമയത്ത് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കുക. ഒരു ചട്ടിയോ മൺചട്ടിയോ മൺകലോ ഒക്കെ ഉണ്ടാക്കുക വെച്ചിട്ടാണ് നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ ക്ലേനെ കൊണ്ട് പോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ക്ലേ വേറൊരു രൂപത്തിൽ എന്തായാലും ആ പോട്ടിൽ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് കാരണ ഷുഡ് ബി പ്രസന്റ് ഇൻ ദി കാര്യ. ദിസ് ഈസ് നേത. ദെൻ അന്യതാ സിദ്ധ, ദാറ്റ് ഈസ് തേർഡ് വൺ. ഫസ്റ്റ് വൺ ഈസ് പൂർവ്വ അഭാവ, then second one is neda, then third one is anyada siddhi. Unconditionability, the factor should be one without which karya cannot take place. This is very very important. Anyada siddhi, the factor should be one without which karya cannot take place. ഈ ഒരു സാധനമില്ലാതെ ഒരിക്കലും എഫക്റ്റ് ഉണ്ടാകരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ചായ ഉണ്ടാക്കണം. നമുക്കൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? സിമ്പിളായിട്ട് നമുക്ക് ഷുഗർ വേണം, വെള്ളം വേണം, പിന്നെ ചായപ്പൊടി വേണം, ടീ പൗഡർ വേണം. നമുക്കിപ്പം ഈ ഷുഗറിനൊക്കെ മറന്നു കളയാം. നമുക്ക് ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് ചായപ്പൊടി വേണമല്ലോ. അപ്പം ചായപ്പൊടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചായ എന്ന് പറയാൻ പറ്റൂ. ചായപ്പൊടിയിൽ വെറും വെള്ളം തിളപ്പിച്ച് പഞ്ചസാര ഇട്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വിളിക്കുക, ചായ എന്ന് വിളിക്കത്തില്ല. ചായപ്പൊടി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ചായ എന്ന് വിളിക്കത്തുള്ളൂ. സോ ഈ ചായ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? ചായ ഉണ്ടാകണമെങ്കിൽ ആദ്യം മൂന്നാറിലോ അല്ലെങ്കിൽ കണ്ണൻദേവൻ എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഒരാൾ തേയില നടണം.
തേയില നട്ടതിന് ശേഷം കുറേ ആൾക്കാർ പോയിട്ട് തേയിലേൻ്റെ ഇല നുള്ളിയിട്ട് അതിനെ ഫാക്ടറി കൊണ്ടുപോയി അതിനെ പൊടിച്ച് എന്നിട്ട് കണ്ണൻദേവൻ്റെ ഒരു എന്താ പറയുക ഒരു ഫാക്ടറി കൊണ്ടുപോയി പൊടിച്ചു. അതിനുശേഷം കണ്ണൻദേവൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കണ്ണൂർ കൊണ്ടുവന്നു. കണ്ണൂരിൽ നിന്ന് വേറൊരു വണ്ടിയിൽ തലശ്ശേരിയിൽ കൊണ്ടുവന്നു. ഞാൻ തലശ്ശേരിയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓരോ പ്ലേസസിൽ കൊണ്ടുപോകണം. സോ ഇതൊക്കെയൊക്കെ നമുക്ക് കാരണമായിട്ട് പറയുമ്പോൾ നമുക്ക് തോന്നാൻ പറ്റും അയാൾ നനച്ചത് ഇപ്പം തേയിലക്ക് നനച്ച ആളുണ്ടാവും, തേയിലക്ക് പെസ്റ്റിസൈഡ്സ് അയച്ച ആളുണ്ടാവും. ഇതൊക്കെ നമുക്ക് തോന്നാം ഇതൊക്കെ കാരണമാണ്. പക്ഷെ ഇതൊന്നുമല്ല കാരണം. കാരണം എന്ന് വെച്ചാൽ ചായപ്പൊടിയാണ്. ലാസ്റ്റ് കിട്ടുന്ന ചായപ്പൊടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ചായ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറേ കാരണങ്ങൾ തോന്നാൻ പറ്റും. ഒരു സാധനത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോസസ് ഉള്ളതായിട്ട് തോന്നും. സോ അങ്ങനെയല്ല, മെയിൻ കോസ് ഉണ്ടായിരിക്കണം. മെയിൻ കോസ് ആയിരിക്കണം ഒരു എഫക്റ്റ് ഉണ്ടാകാൻ കാരണം. സോ അങ്ങനെ മെയിൻ ഒരു എഫക്റ്റിന് കാരണമാകുന്ന മെയിൻ കോസ് ആയിരിക്കണം നമുക്ക് അന്യഥാസിദ്ധി എന്ന് പറയാം. സോ ഇതാണ് അന്യഥാസിദ്ധി. അന്യഥാസിദ്ധി മീൻസ് ദ ഫാക്ടർ ഷുഡ് ബി വൺ വിത്തൗട്ട് വിച്ച് കാര്യ കനോട്ട് ടേക്സ് പ്ലേസ്. ആ ഫാക്ടർ ഇല്ലാതെ, ഈ കോസ് ഇല്ലാതെ അത് ഉണ്ടാകാൻ പറ്റത്തില്ല. നമുക്ക് ഒരു നല്ല തേയില മൂന്നാറിലുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല വണ്ടി, അവരുടെ വണ്ടി ബെൻസാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആ ചായപ്പൊടി പ്രോപ്പറായിട്ട് ഉണ്ടാക്കി ഇവിടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ചായയുടെ ഏറ്റവും ഇൻഗ്രീഡിയൻ്റ്, ഏറ്റവും കോസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ചായപ്പൊടിയാണ്. അല്ലാതെ ആ വണ്ടി ബെൻസായതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നല്ല മഴ പെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ നല്ല പെസ്റ്റിസൈഡ് അടിച്ചുകൊണ്ടോ അതൊന്നും നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ചായ ഉണ്ടാക്കണമെങ്കിൽ ചായപ്പൊടി തന്നെ വേണം. സോ ദിസ് ഈസ് വാട്ട് ദ എക്സാമ്പിൾ ഓഫ് അന്യഥാസിദ്ധി. ഇവിടെ പറയുന്നുണ്ട് സോ മെനി ഫാക്ടേഴ്സ് ടേക്സ് പ്ലേസ് ബിഫോർ മേക്കിംഗ് എ പോട്ട് ലൈക്ക് ഫാദർ ഓഫ് ദ പോട്ടർ ഓർ ആനിമൽ ദാറ്റ് കാരിയസ് ദ ക്ലേ എക്സെട്ര. ഓൾ ദീസ് ഫാക്ടേഴ്സ് ഡു നോട്ട് ഹാവ് എനി ഡയറക്റ്റ് റിലേഷൻ വിത്ത് പ്രിപ്പറേഷൻ ഓഫ് പോട്ട്. ഒരു ഡയറക്റ്റ് റിലേഷൻസും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോട്ട് ഉണ്ടാക്കണമെങ്കിലേ ചിലപ്പം ഈ പോട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് ഒരു അച്ഛൻ ഉണ്ടാകാം. ആ അച്ഛനുണ്ടെങ്കിൽ മാത്രമല്ലേ ആ പോട്ട് ഉണ്ടാക്കുന്ന ആളുണ്ടാവും. പിന്നെ ഈ അന്ന് മണ്ണ് കൊണ്ടുവന്ന ക്ലേ കൊണ്ടുവന്ന ഏനിമൽ ബുള്ളോ കാട്ടുണ്ടാവാം. അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഡയറക്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലേ വേണം, പിന്നെ ആ പോട്ടറും വേണം. അവർ രണ്ടും വിചാരിച്ചാൽ മാത്രമാണ് പോട്ട് ഉണ്ടാകത്തുള്ളൂ. സോ അന്യഥാസിദ്ധി മീൻസ് the main cause which is responsible for making effect or producing effect. So this is what Karana Lakshana, that is Karana Lakshana 3, Anyatha Siddhi, Neda, Purvavritti. So ippam njan edutha, so what I have taught you today means everything is important. You may have to, whenever asking the Karya Karana Siddhanta exam, you have to write some introduction, and you have to write what is the Karya Karana Siddhanta, the term, no, the heading you should elaborate. What is Karana, what is Karya, what is Siddhanta, what is Vada. Vada, why I have explained Vada means sometimes in exams those people may ask you Karya Karana Vada, not they may ask you Karya Karana Siddhanta. ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ Karya Karana Siddhantil കുറേ തിയറീസ് വരുന്നുണ്ട്. എക്സാമ്പിൾ സത്കാര്യ വാദം, അസത്കാര്യ വാദം എന്നൊക്കെ നമ്മൾ പറയാം. അവിടെ നിന്ന് നമ്മൾ സത്കാര്യ സിദ്ധാന്തം, അസത്കാര്യ സിദ്ധാന്തം എന്നൊന്നും പറയത്തില്ല. നമ്മൾ ആ വാദ എന്ന് പറഞ്ഞൊരു വേർഡാണ് യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് മെൻഷൻഡ് ഹിയർ, ദ വാദ. സോ ദ വാദ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ചരക സംഹിതയിൽ നിങ്ങൾക്കിപ്പം അഷ്ടാംഗ മൗലിക സിദ്ധാന്തത്തിൽ വാദങ്ങൾ പഠിക്കാനുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ നിങ്ങൾ പഠിക്കണം വാദം, നോട്ട് വാദം, ദോഷമായിട്ടുള്ള വാദമല്ല ഇത്. Then Karana, you have to write what definition of Karana, and then Karana Lakshana. Then next class we can go for types of Karana. Types of Karana കുറച്ച് important ആണ്. So this class this much is enough. Then I give you a task, which came first, that is egg or chicken, or egg or cock, or egg or hen, which one came first. It's an exercise for you. Thank you.